ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരുമിച്ചുണ്ടാകുന്ന നല്ല നല്ല മൊമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഗിഫ്റ്റിന് പകരം ഈ ആനിവേഴ്സറിക്ക് ഒരു യാത്രയാക്കാമെന്ന് കരുതി. ഇതൊരു മലേഷ്യൻ യാത്രയാണ്. എയർപോർട്ടിലെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഡിന്നറും കഴിച്ച് ഒരു 11-11:30 ആകുമ്പോഴേക്കും ഫ്ലൈറ്റ് കയറി. നാല് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം മലേഷ്യൻ ടൈം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ലാൻഡ് ചെയ്തു. എയർപോർട്ടിൽ നിന്ന് ഒന്ന് ഫ്രഷപ്പ് ആയ ശേഷം നേരെ പുത്രജയയിലേക്കാണ് പോയത്. വിശപ്പിൻ്റെ വിളി ഇങ്ങനെ ചെറുങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ വേറെ ഒന്നും കിട്ടിയില്ല. ജസ്റ്റ് ഒരു ഐസ്ക്രീം കഴിച്ചു. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ കണിക്കൊന്ന അവിടെ കണ്ടത്. ഈ താജ്മഹൽ പോലെ ഇരിക്കുന്ന ഈ സംഗതിയാണ് ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ഓഫീസ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഒരു ചൈനീസ് ടെമ്പിളിലാണ്. നമ്മുടെ നാട്ടിലെ ആസ്ട്രോളജി പോലെ തന്നെ ഇവരുടെ അമ്പലത്തിൽ ഒരു വിശ്വാസമുണ്ട്. ഈ കാണുന്ന സ്റ്റിക്കിൽ ഒരെണ്ണം എടുക്കുക, അതിലൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിലുള്ള ഒരു കോഡ് താഴെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ആ കോഡിൽ നമ്മുടെ ഫ്യൂച്ചറും പ്രസൻറ്റും പാസ്റ്റും ഒക്കെ ഏകദേശം നോട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് വരും. അത് സത്യമാണെന്നാണ് ഇവരുടെ വിശ്വാസം. ഈ അമ്പലങ്ങളുടെയൊക്കെ ആർക്കിടെക്ചർ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. എനിക്കിത് ഏകദേശം ഒരു ടിബറ്റൻ നേപ്പാളിയനൊക്കെ പോലെ തോന്നി. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളെ പോലെ തന്നെ ക്ഷേത്രപാലകർ അതിന് പകരം അവർ ഡ്രാഗൺ പോലൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഐതിഹ്യം എന്താണെന്ന് അറിയില്ല. ബട്ട് കാണാൻ ഈ അമ്പലം എന്നത് വെരി വെരി ബ്യൂട്ടിഫുള്ളാണ്. പോരാത്തതിന് ഭയങ്കര വൈബ്രൻറ്റിങ്ങുമാണ്. അമ്പലത്തിൻ്റെ പുറത്തുള്ള സ്റ്റേജായത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോഴേക്കും ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ റൂം ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈമായി. അങ്ങനെ റൂമിൽ പോയി ഫ്രഷായി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അടയാർ ഭവനിലേക്കാണ് പോയത്. ഇവിടെ വന്നിട്ട് അടയാർ ഭവൻ കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ കയറിയതാണ്. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഒരു വാക്കിന് വേണ്ടി ഇറങ്ങി. റോഡിൽ കൂടെ വാഹനങ്ങളൊക്കെ ഹോൺ അടിക്കാണ്ട് സമാധാനപരമായിട്ട് പോകുന്നൊരു നഗരം. ആ ഒരു കാര്യം എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. വീണ്ടും തിരിച്ച് റൂമിലേക്ക് വന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം നൈറ്റ് അവിടുത്തെ ഒരു സ്ട്രീറ്റ് ഫുഡ് ഏരിയയിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ആകെക്കൂടെ എനിക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടൊരു വെജ് റോളാട്ടോ ഇത്. തവള മുതൽ എന്തൊക്കെയോ സീ ഫുഡ് മുതൽ കംപ്ലീറ്റ് എന്തൊക്കെയോ ഫുഡ്സ് അവിടെ ഉണ്ട്. അതിനുശേഷം ആദ്യം അവിടുന്ന് ചെമ്മരിയാടിൻ്റെ ഇറച്ചി എന്ന് പറയുന്ന ഒരു സാധനം കഴിച്ചു. ഞാൻ നേരെ ഒരു കേരള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു പുട്ടും കടലയും കഴിച്ചു.
അങ്ങനെ ട്വിൻ ടവർ വഴി നടന്ന് ഞങ്ങൾ റൂമിലേക്ക് എത്തി.